ഹലോ, എല്ലാവർക്കും സ്കൂളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 ഏഴാം ക്ലാസ്സിന്റെ ഓൺ ഈക്വാലിറ്റി എന്ന് പറയുന്നതാണ്. സിവിക്സിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇപ്പോൾ പുതിയൊരു അക്കാദമിക് ഇയർ നമുക്ക് സ്റ്റാർട്ട് ആവാനായിട്ട് പോവാണ്. സോ എല്ലാവരും പുതിയൊരു ട്യൂഷനൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാവും. ആഫ്റ്റർ കോവിഡ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും ഒരുപാട് ഓൺലൈൻ ട്യൂഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും അല്ലെ നിങ്ങളിൽ പലരും. അപ്പൊ മിതമായിട്ടുള്ള ഫീസിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ നല്ലൊരു ടീം ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവും. സോ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. നമ്മൾ ഇന്ന് നോക്കുന്നത് സിവിക്സിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ഈക്വാലിറ്റി ആണ്. നമ്മൾ ആദ്യം മുതലേ ഈക്വാലിറ്റി, ഇൻഈക്വാലിറ്റി അങ്ങനത്തെ ടേംസ് ഒക്കെ നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് ഈക്വാലിറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈക്വാലിറ്റി. ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് നോക്കും. വി ആർ ഓൾ ഈക്വൽ, ലെറ്റ്സ് റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ നമ്മളെ പോലെയാണോ? അല്ല. അവരിലെല്ലാവരിലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ബഹുമാനിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? ഈക്വാലിറ്റി മീൻസ് ദാറ്റ് എവറി പേഴ്സൺ ഈസ് ട്രീറ്റഡ് ഈക്വലി അണ്ടർ ദി ലോ ആൻഡ് ഹാസ് ഈക്വൽ ആക്സസ് ടു റൈറ്റ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസോഴ്സസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ്, ജെൻഡർ, റേസ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. എല്ലാ ആളുകളെയും നമ്മൾ ഈക്വൽ ആയിട്ട്, തുല്യരായിട്ട് കണക്കാക്കണം. അവര് ഏതെങ്കിലും ഒരു കാസ്റ്റിന്റെ ബേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ബേസിലോ ഒന്നും നമ്മൾ അവരെ വേർതിരിച്ച് കാണാനായിട്ട് പാടില്ല. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ജാതി, മതം, അവർ ജനിച്ചിട്ടുള്ള സ്ഥലം എന്നിവയെല്ലാം കൊണ്ടും എല്ലാവരും എന്താ? വ്യത്യസ്തരാണ്. പക്ഷെ എല്ലാവരും എന്താ? ഈക്വൽ ആണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് കിട്ടണം? ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സും റിസോഴ്സസും എല്ലാവർക്കും കിട്ടണം. നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഇലക്ഷൻസ് വഴിയാണ്. പഞ്ചായത്ത് ഇലക്ഷൻസ് നടക്കുന്നുണ്ട്, സ്റ്റേറ്റിലേക്ക് ഇലക്ഷൻസ് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാർലമെന്റ് ഇലക്ഷൻസും നമുക്ക് നടക്കുന്നുണ്ട്. ഈ ഇലക്ഷൻസ് ഒക്കെ റെഗുലർ ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിലാണ് നടക്കുന്നത് അല്ലെ. ആ ഇലക്ഷൻസിൽ നമുക്ക് എല്ലാവർക്കും പോയിട്ട് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളുണ്ടോ? ഇല്ല. പകരം ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, നമ്മുടെ പാരന്റ്സ് ഒക്കെ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റുകൾ ഉണ്ടോ? ഇല്ല. ചില ആളുകൾക്ക് മാത്രമാണ് ആ റൈറ്റ്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കണം. Democracy is a form of government in which people elect their leaders through free and fair elections. അതായത് നമ്മളാണ് ആരെന്നെ ചൂസ് ചെയ്യുന്നത്? നമ്മുടെ ലീഡേഴ്സിനെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അതിനുള്ള അധികാരം നമുക്കാണ് ഉള്ളത്. അതാണ് എന്ത്? ഡെമോക്രസി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു അല്ലെ, ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. ആ ഇലക്ഷൻസിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളില്ല. പകരം എന്താ? കുറച്ച് ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളുള്ളൂ. അതാരാ? Every adult citizen of India 18 years and above has the right to vote without discrimination of caste, religion, gender or education. അതായത് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാൻ പറ്റും? വോട്ടിങ്ങിനുള്ള റൈറ്റുകളുണ്ട്. അത് അവരുടെ കാസ്റ്റിനെയോ അവരുടെ റിലീജിയനെയോ ജെൻഡറിനെയോ എഡ്യൂക്കേഷനെയോ ഒന്നും നോക്കാതെയാണ് അവർക്ക് ആ റൈറ്റ്. ഇത് 18 വയസ്സ് പൂർത്തിയായാൽ മതി. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും എന്തിനുള്ള അധികാരങ്ങളുണ്ട്? വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയാം. അപ്പോ ഇങ്ങനെ എല്ലാവർക്കും ഈ അധികാരങ്ങൾ കിട്ടുമ്പോ എല്ലാവർക്കും എന്ത് കിട്ടുകയാണ്? ഈ പൊളിറ്റിക്കൽ പവർ കിട്ടുക, ഈക്വൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പവർ കിട്ടും. അവര് ആ പൊളിറ്റിക്കൽ പവർ കിട്ടുമ്പോ എന്താ ഉണ്ടാവുന്നത്? എല്ലാവരും ഗവൺമെന്റിന്റെ പ്രോസസ്സിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ എല്ലാവർക്കും ഒരു അധികാരം കിട്ടുന്നു.
എല്ലാവരുടെയും വോട്ടും എവരി വോട്ട് ഈസ് ഈക്വൽ ആൻഡ് വാല്യുബിൾ. അതായത് ആര് വോട്ട് ചെയ്താലും അവരുടെ എല്ലാവരുടെയും വോട്ട് എന്താണ്, ഈക്വൽ ആണ്. ഇപ്പൊ ഒരു ലീഡർ വോട്ട് ചെയ്താലും പ്രൈം മിനിസ്റ്ററിന്റെ കാൻഡിഡേറ്റ് വോട്ട് ചെയ്താലും നമ്മൾ വോട്ട് ചെയ്താലും ആ വോട്ടിനൊക്കെ എന്താണ്, ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണുള്ളത്. ഇതാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് നമ്മൾ പറയുന്നത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയും. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, വോട്ടിങ്ങിനുള്ള റൈറ്റ് ഉണ്ട്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയാ, പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറയാം. ഈ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി മാത്രം കിട്ടിയോണ്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പകരം എന്ത് വേണം, നമുക്ക് നല്ല എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് നമുക്ക് കിട്ടണം, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കിട്ടണം, നമുക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ഇതെല്ലാം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ സൊസൈറ്റിയിൽ എന്തിനു പറ്റുള്ളൂ, ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ വോട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സോഷ്യൽ ഈക്വാലിറ്റിയും എക്കണോമിക് ഈക്വാലിറ്റിയും എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. ഈ പിക്ചർ നോക്കിയേ, ഇതില് രണ്ട് സൊസൈറ്റിയില് രണ്ട് പ്രദേശത്ത് ജീവിക്കുന്ന കുറച്ച് കുട്ടികള്. ഇപ്പോ ഈ ആദ്യത്തെ പിക്ചറിൽ കാണുന്ന നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു കൺട്രിയാണ്. അവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും പോലെ ആയിരിക്കുമോ നെക്സ്റ്റ് ആ പിക്ചറിൽ, അടുത്ത പിക്ചറിൽ കാണുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവുക? അല്ല. രണ്ടുപേർക്കും എഡ്യൂക്കേഷനൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷെ അതിന്റെ എന്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ ആദ്യത്തെ പിക്ചറിൽ കാണുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ഒരു ബെറ്റർ എഡ്യൂക്കേഷനും ക്വാളിറ്റിയും എല്ലാം കിട്ടുന്നുണ്ടാവും. അതേസമയം ഇവിടെയുള്ള താമസിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ചിലപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നുണ്ടാവില്ല, വിദ്യാഭ്യാസം പോലും പ്രോപ്പർ ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അവര് ദിവസേന സ്കൂളുകളിൽ പോകുന്നുണ്ടാവോ? ഇല്ല. അപ്പൊ അങ്ങനെ ഇവിടെ എന്തുണ്ട്, ഈക്വാലിറ്റി ഉണ്ടോ? ഇല്ല. ഇവിടെ രണ്ട് സ്ഥലത്തും ജീവിക്കുന്ന ആളുകൾക്ക് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കറിയാം അല്ലെ, നമുക്ക് ആദ്യം നമ്മുടെ സൊസൈറ്റിയില് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ കാസ്റ്റ് സിസ്റ്റം അതായത് ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ഇവിടെ ആർക്കായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത്? ബ്രാഹ്മൺസിനായിരുന്നു. അപ്പൊ ഈ ബ്രാഹ്മിൺസ് ആണ് ഇവിടെ മേധാവിത്വം വഹിച്ചിരുന്നത്. അപ്പൊ ഏറ്റവും അടിയിലുള്ള ഈ ശൂദ്രാസിന് എന്തുണ്ടായിരുന്നില്ല, അധികാരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് അടിമകളായിരുന്നു അവര്, മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുക. അപ്പോ ഇത്തരത്തിലുള്ള ആദ്യമൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റം എന്തിന്റെ ബേസിലായിരുന്നു, അവരുടെ ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് ബർത്തിനെ ബേസ് ചെയ്തിട്ടായി. അപ്പൊ ഈ കാസ്റ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇന്ന ആൾക്കാര് അമ്പലങ്ങളിൽ കയറാൻ പാടില്ല, അതേപോലെ തന്നെ പൊതു കിണറുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല, വലിയ ആളുകളുടെ ബ്രാഹ്മിൺസിന്റെ മക്കളോടൊപ്പം അല്ലെങ്കിൽ ക്ഷത്രിയാസുരുടെ മക്കളുടെ ഒപ്പം ഒന്നും ഈ താഴെ ജാതിയിൽപ്പെട്ട ആളുകളുടെ മക്കള് പഠിക്കാനായിട്ട് പാടില്ല, അങ്ങനെ ഒരുമിച്ച് ഇരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുമ്പോൾ. ഡിസ്ക്രിമിനേഷൻ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയായിരുന്നോ? ഇല്ല. എല്ലാവർക്കും ഒരേപോലെ ജോലി ചെയ്യാനോ ഭക്ഷണങ്ങൾ കഴിക്കാനോ ഒന്നിനുമുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില ആളുകളെ എന്ത് ചെയ്തു, ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളായിട്ട് നമ്മൾ കണക്കാക്കി, അടിമകളാക്കിയിട്ട് നമ്മൾ കണക്കാക്കാനായിട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റം. അപ്പൊ ടീച്ചർ പറഞ്ഞു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ഈ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും പൊട്ട ഒരു ഫീച്ചർ ആണ് അല്ലെ. അൺടച്ചബിലിറ്റി ഈസ് ദ പ്രാക്ടീസ് ഓഫ് ട്രീറ്റിംഗ് സർട്ടൻ പീപ്പിൾ ആസ് അൺക്ലീൻ ഓർ ഇൻഫീരിയർ ബേസ്ഡ് ഓൺ ദെയർ കാസ്റ്റ്. അവരുടെ ജാതിയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അവരെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളായിട്ട് കണക്കാക്കുക. അവരുമായിട്ട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഫുഡ് ഷെയർ ചെയ്യാനോ അതിനുള്ള ഒരു അധികാരങ്ങളും ഇല്ല. അവരൊക്കെ റോഡ് കൂടെ നടക്കുമ്പോ അവര് വലിയൊരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കുമ്പോ ഈ താഴെ ജാതിയിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. കാരണം അവര് പോകുമ്പോ ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ അവരുടെ മുന്നിൽ കാണാനായിട്ട് പാടില്ല. അപ്പൊ അത്രയും അങ്ങനത്തെ സാഹചര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, അൺടച്ചബിലിറ്റി എന്ന് പറയാം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ദളിത് എന്ന് പറയുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. ഈ ദളിത് എന്ന് പറയുന്ന ഈ വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അൺടച്ചബിൾസ് ആയിട്ട് നമ്മൾ ഇവിടെ കണക്കാക്കിയിരുന്നത്. They were excluded from common activities like entering temples, drinking from the same well, or sitting
വിത്ത് അതേഴ്സ്. അതിനൊന്നും അവർക്ക് എന്തുണ്ടായിരുന്നില്ല, അധികാരം ഉണ്ടായിരുന്നില്ല. അമ്പലങ്ങളിൽ പ്രവേശിക്കാനോ പൊതു കിണറുകളോ പൊതു ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇതും ഉപയോഗിക്കാനായിട്ടുള്ള അധികാരങ്ങളും ആർക്കുണ്ടായിരുന്നില്ല, ഈ ദളിത് എന്ന് പറയുന്ന ഈ വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സൊസൈറ്റി എത്രമാത്രം ഒരു ഇതിലാണ് അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് എന്ത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അതായത് കുറച്ച് വിഭാഗം ആളുകളെ ഇൻഫീരിയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു, അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോ ഇല്ല. ഉണ്ടോ അൺടച്ചബിലിറ്റിയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് എവരി പേഴ്സൺ ആസ് ഈക്വൽ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് എന്താ, എല്ലാവരും ഈക്വൽ ആണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്. അവിടെ കാസ്റ്റോ റിലീജിയനോ അവരുടെ എഡ്യൂക്കേഷനലോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല. അതിനൊക്കെ അപ്പുറം എന്താണ്, അവര് ഈക്വൽ ആണ്. അപ്പോ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 14 to 18 അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ ആർട്ടിക്കിൾ ഓർമ്മിച്ചു വെക്കണം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്താ, ഈക്വാലിറ്റി ബിഫോർ ദി ലോ, നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, എന്ത് ചെയ്യാൻ പാടില്ല, ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എന്തിന്റെ ബേസില്, അവരുടെ കാസ്റ്റിന്റെയോ അവരുടെ റിലീജിയന്റെയോ അങ്ങനെ യാതൊരു വിധത്തിലും അവർക്കെതിരെ വിവേചനങ്ങൾ നമുക്ക് പാടില്ല. ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ഗവൺമെന്റ് ജോബ്സ്. അതായത് ഗവൺമെന്റ് ജോലികളിലൊക്കെ നമുക്ക് എന്ത് വേണം, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വേണം. നമുക്കറിയാം ഇവിടെ റിസർവേഷൻ സമ്പ്രദായമുണ്ട് ഇല്ലേ, SC ST വുമൻസിനെ, OBC അങ്ങനെ കുറെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ജോലികളിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്കൂളുകളിൽ ചേരാനും എല്ലാത്തിനും റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ റിസർവേഷൻ കൊടുക്കുന്നത് എന്തിനാ, ഈ താഴെ തട്ടിലുള്ള ഈ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 17 എന്താ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. നമ്മൾ പറഞ്ഞു അല്ലെ നേരത്തെ, അൺടച്ചബിലിറ്റി നിലനിന്നിരുന്നു, ആളുകൾക്കൊന്നും പൊതുവായിട്ടുള്ള രീതിയിൽ മിങ്കിൾ ചെയ്യാനോ ഒന്നും പറ്റിയായിരുന്നില്ല. അപ്പൊ ആർട്ടിക്കിൾ 17 പ്രകാരം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു കളയുന്നുണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോ ഇല്ല. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽ. ഗവൺമെന്റ് ആയിട്ട് ആർക്കും എന്ത് ചെയ്യുന്നില്ല, രാജ മഹാരാജ എന്നൊന്നും പറയുന്ന യാതൊരു തരത്തിലുള്ള ടൈറ്റിൽസും പദവികളും നൽകുന്നില്ല. എല്ലാവരും എന്താണ്, ഈക്വൽ ആണ്. ഇപ്പോ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 14 to 18. ആർട്ടിക്കിൾ 14 to 18 എന്ന് പറയുന്നത് ഇത് ഫണ്ടമെന്റൽ റൈറ്റുകളാണ്. അതേസമയം തന്നെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഇൻഇക്വാലിറ്റീസ് എല്ലാം തന്നെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് മിഡ് ഡേ മീൽ സ്കീം. എന്താണ് മിഡ് ഡേ മീൽ സ്കീം? ഈ സ്കീം ഏത് ഗവൺമെന്റാ പ്രൊവൈഡ് ചെയ്തേക്കണേ? ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്കീം പ്രകാരം എന്ത് കിട്ടും, കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള ലഞ്ച് കുട്ടികൾക്ക് കിട്ടും. ഗവൺമെന്റും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്കുമാണ് ഇത്തരത്തിലുള്ള ഫ്രീ ലഞ്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഉച്ചഭക്ഷണ പരിപാടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ, അവർക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ദാരിദ്ര്യം ഇതെല്ലാം എന്ത് ചെയ്യും, ഈ പരിപാടി കാരണം തുടച്ചു നീക്കപ്പെട്ടു. ഇത് 1995 ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും സ്കൂള്, അതായത് വർക്കിംഗ് ഡേയ്സിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഫ്രീ ലഞ്ച് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ഈ പ്രോഗ്രാം നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. പിന്നീട് എല്ലാ സ്റ്റേറ്റും ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാമിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാ? ന്യൂട്രീഷൻസ്, അതായത് കുട്ടികളുടെ വിശപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇല്ലാതാക്കാനായിട്ട് പറ്റി. ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മിഡ് ഡേ മീൽ സ്കീം ഒക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തപ്പോ ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്തു, അത് ആരോഗ്യപരമായിട്ട് അത് ഗുണം ചെയ്യാനായിട്ട് തുടങ്ങി. ഇൻക്രീസ് സ്കൂൾ എൻറോൾമെന്റ്, അതായത് കുട്ടികള് സ്കൂളുകളിലേക്ക് വരാനും അതുവഴി അവർക്ക് അവരുടെ പഠനം മെച്ചപ്പെടുത്താനും സഹായിച്ചു.
ഈ കുട്ടികളൊന്നും എന്ത് ചെയ്തായിരുന്നില്ല, കറക്റ്റ് ആയിട്ടൊന്നും സ്കൂളിൽ വന്നായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് ഒന്നും അവരെ കറക്റ്റ് ആയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്കീമൊക്കെ പ്രൊവൈഡ് ചെയ്തപ്പോ ഫാമിലീസിന് എന്ത് വേണ്ട, പാരന്റ്സിന് ഫുഡൊന്നും കൊടുത്തയക്കണ്ട, സ്കൂളിൽ ഫ്രീ ആയിട്ട് ലഞ്ച് കിട്ടും. അപ്പൊ എന്ത് ചെയ്തു, കുട്ടികൾ കൂടുതലായിട്ട് സ്കൂളിൽ വരാനും പഠിക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങി. The scheme has created employment opportunities for women as cooks and helpers, promoting economic empowerment. അതായത് ഈ മിഡ് ഡേ സ്കൂൾ പ്രോഗ്രാം കൊണ്ടുവന്നുല്ലോ, അപ്പൊ ഈ ലഞ്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വേണ്ടേ, അപ്പൊ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ആർക്ക് കിട്ടി, ഇത്തരത്തിലെ സ്ത്രീകൾക്ക് കിട്ടാനായിട്ട് തുടങ്ങി. അപ്പൊ അവർക്കും എന്തായി, അതൊരു വരുമാന സ്രോതസ്സായിട്ട് മാറാനായിട്ട് തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഈ കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നോ? ഇല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലും അവരുടെ ഫുഡുകളൊക്കെ എന്താ, ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾ കൊണ്ടുവന്ന ഫുഡ് ആയിരിക്കും വേറൊരാൾ കൊണ്ടുവരിക, അല്ല. അപ്പൊ അതിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കാസ്റ്റിന്റെ ഇത്തരത്തിലുള്ള ഈ ബാരിയർ, അതായത് കാസ്റ്റ് പരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇതൊക്കെ എന്ത് ചെയ്തു, ഈ പ്രോഗ്രാം വന്നതോട് കൂടിയിട്ട് ഇല്ലാതായി. എല്ലാവരും സെയിം ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. It encouraged poor families to send their children to school, giving them equal opportunity to study and grow. നേരത്തെ പറഞ്ഞു എന്താ, ഫാമിലീസ് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും എല്ലാത്തിനും തുടങ്ങി. ഇത് അവരുടെ പഠനത്തിലും എല്ലാത്തിലും എന്ത് ചെയ്തു, മികവ് പുലർത്താനായിട്ട് അവർക്ക് പറ്റി. എന്തുകൊണ്ടാണ് ഈ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആവുന്നത്? എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. ഒരാളെയും അവരുടെ ജാതിയോ മതമോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഇൻകത്തിന്റെ ലെവലിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥലത്തൊന്നും മാറ്റി നിർത്താനായിട്ട് പാടില്ല. അപ്പോ ഇത്തരത്തിൽ എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ടാവുമ്പോ ഇത് നമ്മുടെ റൈറ്റിനെയും നമ്മുടെ സ്വാതന്ത്ര്യത്തിനെയും എല്ലാം എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. എല്ലാവരുടെയും ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, കൂടാനായിട്ട് തുടങ്ങും അല്ലെ. ഒരാളെയും അവരുടെ ജാതി വെച്ചിട്ടോ മതം വെച്ചിട്ടോ ഒന്നും വേർതിരിച്ച് കാണാതിരുന്ന എല്ലാവർക്കും തൊഴിലവസരങ്ങളും എല്ലാം ലഭിക്കാനായിട്ട് തുടങ്ങും. ബിൽഡ് എ സ്ട്രോങ് ആൻഡ് ഡെവലപ്ഡ് കൺട്രി, അതായത് വെൻ എവരിവൺ ഗെറ്റ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് വർക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷനും ഒരു ഇൻഈക്വാലിറ്റി ഒന്നും ഇല്ലാതെ നല്ല എഡ്യൂക്കേഷൻ കിട്ടുക, നല്ല ഹെൽത്ത് കെയർ കിട്ടുക, അങ്ങനെ എല്ലാം കിട്ടുമ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, ഒരുപാട് ആളുകൾ നല്ല ജോലികളിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ അവരുടെ എന്ത് കൂടും, ഇൻകം കൂടും. ഇൻകം കൂടിയ ഫാമിലി മാത്രമല്ല നമ്മുടെ കൺട്രി മൊത്തത്തിൽ എന്ത് ചെയ്യും, നല്ല പ്രോഗ്രസ് ഉണ്ടാവും. നമ്മുടെ ഡെമോക്രസീനെ എന്ത് ചെയ്യും, ഇത് സ്ട്രെങ്തൻ ചെയ്യും. ഇപ്പൊ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഒക്കെ കിട്ടിയതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യാണ്, നമ്മൾ എല്ലാവരും ഭാഗമാവാണ് അല്ലെ. അപ്പോ ഇത് എന്ത് ചെയ്യും, ഇത് ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ഈക്വാലിറ്റി മീൻ ടു യു, ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മളിപ്പോ ഈക്വാലിറ്റിനെ കുറിച്ച് നമ്മളിപ്പോ ഇത്രയും ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ 1 വളരെ സിമ്പിൾ ആണ്. ഈക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എല്ലാവരും നന്നായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ നോക്കുക. സ്കൂളിയുടെ ഈ ചാനൽ എന്തെന്നെയായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ വീഡിയോസ് എല്ലാ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താങ്ക് യു.